ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഹിന്ദി ഈസി ക്രാക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ IAME ഹിന്ദി പാഠപുസ്തകമായ നസാരയിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹേരെ പാവസ് എന്ന കവിതയാണ്. ഈ കവിത പ്രവേശന ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കവിതയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ചിത്രത്തിലോട്ടൊന്ന് നോക്കാം. എന്തെല്ലാമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? സ്കൂൾ കാണുന്നുണ്ട്, പിന്നെ സ്കൂൾ വണ്ടിയിൽ കുട്ടികൾ ഇറങ്ങുന്നുണ്ട്, പിന്നെ നടന്നിട്ട് കുട്ടികൾ പോകുന്നുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട് അല്ലേ. പിന്നെ അരങ്ങുകൾ എല്ലാം തൂങ്ങി കിടക്കുന്നുണ്ട്, സ്റ്റേജ് കാണുന്നുണ്ട്, വണ്ടികളൊക്കെ കാണുന്നുണ്ട് അല്ലേ. വളരെ ഒരു അതിമനോഹരമായ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് കവിത നോക്കാം. ഹേരെ പാവസ്, ഹായ് മഴ. പാവസ് എന്ന് പറഞ്ഞാൽ റെയിൻ, മഴയാണ് മീനിങ്. ഇനി നമുക്ക് കവിതയിലോട്ട് പോവാം. ആയേ ഹൈ പഠിനെ കെ ദിൻ ഖതം ഹോ ഗയി ചുട്ടി സാരി. ആയേ ഹൈ പഠിനെ കെ ദിൻ. ആയേ ഹൈ പഠിനെ കെ ദിൻ എന്ന് പറഞ്ഞാൽ വന്നല്ലോ പഠിക്കാനുള്ള ദിവസം. ഖതം ഹോ ഗയി കഴിഞ്ഞു പോയല്ലോ. ചുട്ടി, ചുട്ടി എന്ന് പറഞ്ഞാൽ അവധി, സാരി എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും. അപ്പം വന്നല്ലോ പഠിക്കാനുള്ള ദിവസം. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസമാണ് കേട്ടോ. വന്നല്ലോ പഠിക്കാനുള്ള ദിവസം. ഖതം ഹോ ഗയി ചുട്ടി സാരി കഴിഞ്ഞു പോയല്ലോ അവധി മുഴുവനും. ഖതം ഹോ ഗയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയല്ലോ. ഇനി വീണ്ടും ഫസ്റ്റിലെ വരി തന്നെയാണ്. ആയേ ഹൈ പഠിനെ കെ ദിൻ വന്നല്ലോ പഠിക്കാനുള്ള ദിവസം. ഇനി അടുത്ത വരി നോക്കാം. ബാത്തേ നയി നയി കക്ഷ കി നയേ അനുഭവോം കെ പൽച്ചിൻ. നയേ കപ്പടെ പഹൻ സ്കൂൾ में हम खुशी से जाएंगे. नई किताबें नई कापियाँ सजा सजा रगेम हर दिन. आए है पढ़ने के दिन. ബാത്തേ നയി കാര്യങ്ങളെല്ലാം പുതിയതാണ്. നയി കക്ഷാക്കി പുതിയ ക്ലാസ്സിൻ്റെയും അല്ലേ. അപ്പോൾ കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്സാണ്. ബാത്തേം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങളെല്ലാം പുതിയതാണ്, ക്ലാസ്സും പുതിയതാണ്. നയേ അനുഭവോം കെ പൽച്ചിൻ പുതിയ അനുഭവങ്ങളുടെ നിമിഷങ്ങൾ. പൽച്ചിൻ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ. അപ്പോൾ എന്താണ്, സ്കൂളിലോട്ട് പുതിയതായിട്ട് വരുമ്പം പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും, പുതിയ ക്ലാസ്സുകളായിരിക്കും, പുതിയ അനുഭവങ്ങളുടെ നിമിഷങ്ങളായിരിക്കും. അതാണ് ഇവിടെ അർത്ഥാക്കുന്നത് കേട്ടോ. നയേ കപ്പടെ പഹൻ സ്കൂൾ മേ പുതിയ വസ്ത്രങ്ങൾ. കപ്പടെ പറഞ്ഞാൽ വസ്ത്രങ്ങൾ, പഹൻ എന്ന് പറഞ്ഞാൽ ധരിച്ചുകൊണ്ട്, സ്കൂൾ മേ സ്കൂളിലോട്ടില്ലേ. അപ്പോൾ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സ്കൂളിലാണ്. എങ്ങനെ? ഹം ഖുഷി സെ ജായേങ്കെ നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് പോവും. ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പം നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ചിട്ടാണ് നമ്മൾ സ്കൂളിലോട്ട് പോവല്ലേ. ഇനി അടുത്തത് നയി കിതാബേ പുതിയ പുസ്തകങ്ങളും, നയി കാപ്പിയാം പുതിയ കോപ്പികളും. കിതാബേ എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ, കാപ്പിയാം എന്ന് പറഞ്ഞ കോപ്പികളും. സജാ സജാ രഗേം ഹർദിൻ എന്താണ്, അലങ്കരിച്ചു കൊണ്ടാണ് ഓരോ ദിവസവും അല്ലേ. ഈ സ്കൂളിലോട്ട് പോവുക, പുസ്തകങ്ങളെല്ലാം നല്ല പൊതിഞ്ഞിട്ട് നല്ല വൃത്തിയായി ഭംഗിയോട് കൂടിയിട്ട്, അതേപോലെ കോപ്പികളൊക്കെ നല്ലോണം അലങ്കരിച്ചു കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും സ്കൂളിലോട്ട് പോവുക അല്ലേ. അതാണ് ഈ രണ്ട് വരി അർത്ഥമാക്കുന്നത്. ആയേ ഹൈ പഠിനെ കേദിൻ. വീണ്ടും ഫസ്റ്റിലെ വരി റിപ്പീറ്റ് ചെയ്യാണ്. വന്നല്ലോ പഠിക്കാനുള്ള ദിവസം. स्कूल में कितना लगे सुहाना. मिल जाए जब सारे दोस्त. प्यार दुलार नई टीचर का लाएंगे रंग हर दिन. आए है പഠിനെ കെ ദിൻ. അപ്പം
സ്കൂൾ മേം കിത്തന ലഗേ സുഹാന. ഈ സ്കൂളിൽ എത്ര ഭംഗിയുള്ളതായിട്ടാണ് സ്കൂൾ എങ്ങനെയാണ് തുടങ്ങുക? സുഹാന എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. മിൽ ജായേ ജബ് സാരേ ദോസ്ത്. എങ്ങനെയാണ് സ്കൂൾ വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നുക എന്ന് നോക്കാം. മിൽ ജായേന്ന് കൂടിച്ചേരുമ്പോൾ, എന്ത് കൂടിച്ചേരുമ്പോഴാണ്? സാരേ ദോസ്ത്, കൂട്ടുകാരെല്ലാവരും കൂടിച്ചേരുമ്പോൾ സ്കൂൾ വളരെ ഭംഗിയുള്ളതായിട്ട് തുടങ്ങും അല്ലേ? പ്യാർ ദുലാർ നൈ ടീച്ചർക്ക. പിന്നെ എങ്ങനെയാണ്? പ്യാർ ദുലാർ, വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള, നൈ ടീച്ചർക്ക, പുതിയ ടീച്ചറുടെയും അല്ലേ? അപ്പം എങ്ങനെയൊക്കെയാണ് സ്കൂൾ വളരെ ഭംഗിയുള്ളതാവുന്നത്? വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള പുതിയ ടീച്ചറും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരിലെ സാരേ ദോസ്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാരും കൂടിച്ചേരുമ്പോഴും സ്കൂൾ വളരെയധികം ഭംഗിയുള്ളതായി തോന്നുന്നു. ലായെങ്കെ രംഗ് ഹർദിൻ. പിന്നെന്താണ്? നിറങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും ഒക്കെ അല്ലേ വളരെ ഭംഗിയുള്ളതായിട്ടാണല്ലോ എല്ലാം കൊണ്ടും പ്രവേശനോത്സവത്തിന് പിന്നെ സ്കൂളും ക്ലാസ്സും എല്ലാം വളരെ ഭംഗിയുള്ളതായിട്ട് വളരെ ഒരു ഹാപ്പി ആയിട്ടാണല്ലോ കാണുക. അതാണ് അല്ലേ? നിറങ്ങളെ കൊണ്ടൊക്കെ വളരെയധികം ഓരോ ദിവസവും നമ്മൾ ഭംഗിയുള്ളതാക്കും അല്ലേ? അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പം സ്കൂൾ വളരെ ഭംഗിയുള്ളതാവും. എപ്പോഴൊക്കെയാണ് ഭംഗിയുള്ളതാവുക? എല്ലാ കൂട്ടുകാരും കൂടിച്ചേരുമ്പോഴും പുതിയ ടീച്ചറുടെ ഒരു വരവും അതുപോലെ തന്നെ പല പല കളറുകളെ കൊണ്ടുള്ള അലങ്കാരങ്ങളും എല്ലാം കൂടിയിട്ട് സ്കൂൾ വളരെയധികം ഭംഗിയുള്ളതാവുന്നു. ഇനി വീണ്ടും ആയേ ഹൈ പഠിനേക്കേദിൻ. വന്നല്ലോ പഠിക്കാനുള്ള ദിവസം. ഇത്രയുമാണ് ഈ കവിതയുടെ മീനിങ്സ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ന്യൂ വേർഡ്സുകളുണ്ട്, അതൊന്ന് നോക്കാം. പാവസ് എന്ന് പറഞ്ഞാൽ റെയിൻ, മഴ. ദിൻ ഡേ, ദിവസം. ചുട്ടി ഹോളിഡേ, അവധി. നയേ ന്യൂ, പുതിയ. കപ്പട ക്ലോത്ത്, വസ്ത്രം. ഖുഷി ഹാപ്പി, സന്തോഷം. കിതാബ് ബുക്ക്, പുസ്തകം. രംഗ് കളർ, കളർ തന്നെയാണ്. ദോസ്ത് ഫ്രണ്ട്, കൂട്ടുകാരൻ. ഇത്രയുമാണ് ഈ പാഠത്തിലെ ന്യൂ വേർഡ്സുകൾ. ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.